നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യക്കെതിരെ ഒരു വനിതാ ഭീകര സംഘടന വരുന്നു എന്ന് പറഞ്ഞാൽ ആ വാർത്തയോട് നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ പ്രവർത്തനങ്ങളെല്ലാം നിർബാധം തുടരുമ്പോഴും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാകട്ടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയുമാണ്. അതിരിക്കട്ടെ, എന്തായാലും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ സംഘടനകൾ ഇന്ത്യക്കുണ്ടാക്കിയിട്ടുള്ള തലവേദനകൾ ചെറുതല്ല എന്ന് നമുക്കറിയാം. പഹൽഗാം ഭീകരവാദം ഉൾപ്പെടെയുള്ളവ ഇന്ത്യയെ വല്ലാതെ നോവിച്ചിരുന്നു. അതിന് പകരമായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ മാരകമായ പ്രഹരമേറ്റ ഒരു ഭീകര സംഘടനയാണ് ജയ്ഷെ മുഹമ്മദ്. ജയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം, ജയ്ഷെ മുഹമ്മദിൻ്റെ ഈ ഭീകര പരിശീലന കേന്ദ്രം, ജയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മസൂദ് അസർ താമസിച്ചിരുന്ന സ്ഥലം, മസൂദ് അസർ ആ ആക്രമണ സമയത്ത് അവിടെ നിന്ന് മുങ്ങിയെങ്കിലും ഇയാൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഇയാളുടെ താവളമായിട്ടുള്ള പ്രദേശം ഇത് മുഴുവൻ ഇന്ത്യ നശിപ്പിച്ചു. ആ ആക്രമണത്തിൽ മസൂദ് അസറിന് അദ്ദേഹത്തിൻ്റെ വലം ഭാഗത്തും ഇടം ഭാഗത്തും നിന്നിരുന്ന ധാരാളം മുതിർന്ന ഭീകരന്മാരെ നഷ്ടപ്പെട്ടു. ഇതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ മസൂദ് അസറിൻ്റെ അളിയനായ, അതായത് സഹോദരി ഭർത്താവായ യൂസഫാണ്. ആ യൂസഫിൻ്റെ മരണത്തിൽ മസൂദ് അസർ വലിയ ഖേദം പ്രകടിപ്പിക്കുകയും കുടുംബത്തെ ഒന്നാകെ മോദി ഇല്ലായ്മ ചെയ്തിരിക്കുന്നു, മോദിയോട് ഇതിന് പകരം ചോദിക്കും എന്നൊക്കെ അന്ന് മസൂദ് അസർ പറഞ്ഞതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു വനിതാ ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ, അല്ലെങ്കിൽ ജയ്ഷെ മുഹമ്മദ് ഒരു വനിതാ വിഭാഗത്തിന് രൂപം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജമാഅത്തുൽ മോമിനൻ എന്നാണ് ഈ വനിതാ വിഭാഗത്തിൻ്റെ പേര്. സയ്യിദ അസർ ആണ് ഈ വനിതാ വിഭാഗത്തെ നയിക്കുന്നത്. ഈ സയ്യിദ അസർ എന്ന് പറഞ്ഞാൽ മസൂദ് അസറിൻ്റെ സിസ്റ്ററാണ്. നേരത്തെ പറഞ്ഞ മസൂദ് അസറിൻ്റെ മരിച്ചുപോയ അളിയനായിട്ടുള്ള യൂസഫ് ഈ സയ്യിദ അസറിൻ്റെ ഭർത്താവാണ്. അതായത് സ്വന്തം ഭർത്താവ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഈ സയ്യിദ അസറിൻ്റെ നേതൃത്വത്തിൽ ഒരു വനിതാ വിഭാഗം, ജയ്ഷെ മുഹമ്മദിൻ്റെ ഒരു വനിതാ വിഭാഗം രൂപീകരിക്കാനാണ് ഇപ്പോൾ മസൂദ് അസർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെയും പാകിസ്ഥാൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും പിന്തുണയുണ്ട് എന്ന വിവരവും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണ, അവരുടെ ആശയം, ഇതെല്ലാം തന്നെ ഈ വനിതാ ഭീകര സംഘടനയ്ക്ക് പിന്നിലുണ്ട്. കറാച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വനിതാ ഭീകര സംഘടനയ്ക്ക് സ്പെഷ്യൽ ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. കറാച്ചിയിലാണ് ഇവരുടെ സ്പെഷ്യൽ ട്രെയിനിങ് സെൻറ്റർ. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള വനിതകൾ, വളരെ പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള യുവതികൾ, ഇവരെയാണ് ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗം ലക്ഷ്യമിടുന്നത്. അവരെ തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിച്ച് അവരുടെ ഉള്ളിൽ മതം തിരുകിക്കയറ്റി അവരുടെ ഉള്ളിൽ മത തീവ്രവാദം കുത്തിവെച്ച് അവരെ ഈ വെടിവെക്കാനും അതുപോലെ തന്നെ മറ്റ് യുദ്ധമുറകളും എല്ലാം പരിശീലിപ്പിച്ച് ഭീകരവാദികളാക്കി മാറ്റി ഇന്ത്യക്കകത്തേക്ക് നുഴഞ്ഞു കയറാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മോമിനൻ്റെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാവിയിൽ, അതായത് വനിതാ തീവ്രവാദികളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് LTTEയുടെ ഒരു പ്രവർത്തന രീതിയുണ്ട്. അവർക്കും വനിതാ വിഭാഗമുണ്ടായിരുന്നു, വനിതാ മിലിറ്റന്റ് വിഭാഗമുണ്ടായിരുന്നു. ഈ വനിതകളാണ് പിന്നീട് ചാവേർ ബോംബുകളായി മാറുന്നത്. ലോകത്താദ്യമായി ഈ ചാവേർ ബോംബ് കണ്ടുപിടിക്കുന്നത് LTTEകളാണ്. അതായത് രാജീവ് ഗാന്ധിയുടെ വധമൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വയം പൊട്ടിത്തെറിച്ച് വലിയ വിനാശമുണ്ടാക്കാൻ ശേഷിയുള്ള ചാവേർ ബോംബുകൾ, മനുഷ്യ ബോംബുകൾ, അവരുടെ വക്താക്കളാണ് LTTE. ആ LTTE മാതൃകയിലാണ് ഇപ്പോൾ ജയ്ഷെ മുഹമ്മദ് ഇത്തരത്തിൽ ചാവേറുകളെ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. ധാരാളം പുരുഷ ജിഹാദികളെ പടച്ചുവിട്ടിട്ടുണ്ട് LTTE. അവരിൽ പലരും ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്ന് നാമാവശേഷമായി പോയിട്ടുണ്ട്. ഇന്ത്യൻ സേനയുടെ കരുത്തറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരിൽ പലരും ഇന്ത്യക്ക് പലതരത്തിലുള്ള വിനാശങ്ങൾ വരുത്തി വച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ജയ്ഷെ മുഹമ്മദും ആ സംഘടനയുടെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസറും. മസൂദ് അസറിനെയും ഹഫീസ് സയ്യിദിനെയും എല്ലാം പാകിസ്ഥാൻ എന്തു വില കൊടുത്തും സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭീകരന്മാരാണ്. ഇവർക്ക് എല്ലാവിധ സംരക്ഷണവും എല്ലാവിധ പിന്തുണയും പണവും എല്ലാം നൽകുന്നത് പാകിസ്ഥാൻ്റെ ISI ആണ്. ജമ്മു കാശ്മീരിൽ ഏതു വിധേനയും അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം. തീർച്ചയായും ഇപ്പോൾ 2014 ശേഷം ജമ്മു കാശ്മീരിൽ തീവ്രവാദം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല.
കാരണം ജമ്മു കാശ്മീരിലെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷാ സേനയും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ സേനകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് തീവ്രവാദികൾ പല ഘട്ടങ്ങളിലും തന്ത്രങ്ങൾ മാറ്റിപ്പയറ്റാറുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിലായി ജെയ്ഷെ മുഹമ്മദ് തന്ത്രം മാറ്റിപ്പയറ്റുന്ന രീതിയാണോ ഈ വനിതാ തീവ്രവാദ സംഘടന എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂർ, മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ നഷ്ടങ്ങൾ ഈ ജെയ്ഷെ മുഹമ്മദിന് സംഭവിച്ചിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി പാകിസ്ഥാനിലുടനീളം അവർ പണപ്പിരിവ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ അവർ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു വനിതാ വിഭാഗം കൂടി രൂപീകരിച്ച് ശക്തരാകാൻ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ നേതാക്കന്മാരും ഇന്ത്യയുടെ സൈനിക ഉദ്യോഗസ്ഥരുമെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ ഭീകരാക്രമണമായി ഇന്ത്യ കാണില്ല എന്നുള്ളതാണ്. മറിച്ച് പാകിസ്ഥാൻ്റെ നേരിട്ടുള്ള ആക്രമണമായി മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെയാണ് എങ്കിൽ ഈ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ അത് പുനരാരംഭിക്കാനും ഞങ്ങൾ മടിക്കില്ല എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂർ ആദ്യഘട്ടത്തിൽ ഞങ്ങളൊരു ധാർമ്മിക യുദ്ധമാണ് ചെയ്തത്. അതായത് ജനാധിവാസ മേഖലകളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അത് നടപ്പില്ല, കണ്ണും പൂട്ടിയുള്ള തിരിച്ചടി ഉണ്ടാവും എന്ന് ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.